അല്ല, ഫാമിലി ഓറിയൻറ്റഡ് ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആഹാരം കഴിക്കുമ്പോഴോ ഉച്ചയ്ക്ക് ഉണ്ണുമ്പോഴോ അല്ല ഒരുമിച്ച് ഒരു ഡൈനിങ് ടേബിളിൽ ചുറ്റും ഇരുന്ന് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമല്ല. അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സമയം കിട്ടാറുണ്ടോ എല്ലാവർക്കും? ഉണ്ടാക്കും. കാരണം അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അങ്ങനെയുള്ള കേസസ് വരികയാണെങ്കിൽ, അല്ല ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അവിടെ അവിടെ എവിടെ നമുക്ക് സമയം കിട്ടുമോ, എവിടെ അതിനുള്ള സമയപരിധി ഉണ്ടോ അവിടെ നമ്മൾ ഡിസ്കഷൻ ഓൺലി ഫോർ ദ ഡെവലപ്മെന്റ് എന്നുള്ള എത്രമാത്രം പേഷ്യൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. അല്ല, ഇത് നമ്മൾ ഹോസ്പിറ്റലിലെ സക്സസ് അത് തന്നെ. കാരണം വേറെ ഒന്നുമില്ല. ഇപ്പോൾ വേറൊരു ഈ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡെയിലി കാണുന്നുണ്ട്. അപ്പോൾ ഡെയിലി കാണുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു പേഷ്യൻറ്റ് സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ സ്കാനിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും കാണുന്നു. ഇപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ എഴുതുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മിനി വിളിക്കും. അപ്പോൾ അടുത്ത റൂമിൽ നിന്ന് മിനി വന്ന് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അച്ഛൻ്റെ ഏതെങ്കിലും പേഷ്യൻ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി. വന്ന് വിളിച്ച് ഇതിനാണ് സാധനം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. മറ്റേത് അതല്ല. മറ്റേത് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അവിടെ പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനും നമ്മൾ റിപ്പോർട്ട് വായിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. വളരെ ചെറുപ്പം നാൾ മുതൽ കാര്യം ഡോക്ടർ കരുതിയിരുന്നു, ഡോക്ടർ ആവാൻ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. കാരണം പിതാവ് ഡോക്ടറാണ്. അല്ല അങ്ങനെ അല്ല, ഈ ഡോക്ടർ അല്ല എന്നൊരു കോൺസെപ്റ്റ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടില്ല. പിന്നല്ലേ ചിന്തിക്കാൻ. നമ്മൾ ജനിച്ച കാലം മുതൽക്കേ കാണുന്ന ഇതല്ലേ, ഇത് തന്നെയാണ്. ഡോക്ടറാണ്, എല്ലാവരും വരുന്നവരെല്ലാവരും ഡോക്ടർമാരാണ്. അപ്പോൾ അങ്ങനെ അത് ഈ ഡോക്ടർ അല്ലാത്തൊരു ഫീൽഡ് ഞങ്ങൾ ആരും ആലോചിച്ചിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മോൻ തന്നെ മെഡിസിന് ജോയിൻ ചെയ്തത് ഈ വേറൊരു എന്താ പറയുക പ്രൊഫഷൻ എന്നൊരു സാധനം ഹി ഹാസ് ഓൾസോ നോട്ട് അവനും കൺസിഡർ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചോയ്സ് കൊടുത്തു. പക്ഷെ എന്താ വെച്ചാൽ അവന് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടേ ഇല്ല. ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിനിടയിൽ താങ്കളുടെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ലൈഫിലേക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? വാട്ട് യു ഫീൽ യു ബിഹൈൻഡ്? അതിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാവുന്നത് ഐ കം എ ലോങ് വേ മീൻസ് ഇറ്റ് ഈസ് എന്താ പറയുക, ഇപ്പോൾ ഇന്ന് ഈ ടൗൺ എടുക്കുകയാണെങ്കിൽ ഐ എം വെൽ നോൺ, ഐ എം റെസ്പെക്റ്റഡ്. അതെല്ലാം വരുന്നത് ഇറ്റ് ഹസ് കം ബിക്കോസ് ഓഫ് എന്താ പറയുക ഇറ്റ്സ് അവർ ഹാർഡ് വർക്ക്, ഇറ്റ് ഈസ് ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് ഈസ് ദ ക്വാളിറ്റീസ് വിച്ച് ഹാസ് ബീൻ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഒറ്റ വാക്കിൽ അതാണ് അത്. ദൈവത്തിൻ്റെ അനുഗ്രഹം എത്രത്തോളം? പൂർണ്ണമായും ദൈവത്തിൻ്റെ അനുഗ്രഹം. കാരണം ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു പേഷ്യനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കാരണം നമ്മൾ അതിനെ ചെയ്യുന്നേ ഉള്ളൂ. ആ ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു ഇത് വരുന്നത് ദൈവത്തിന്റെ വെറും ഇൻസ്ട്രുമെന്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ ആ ഹീലിംഗ് വരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം, പൂർണ്ണമായും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതെ, അതിൽ യാതൊരു സംശയമില്ല. അതങ്ങനെ പറയുന്നത്. പിന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതെ, അച്ഛനും അമ്മയും അവരുടെ ബ്ലെസ്സിങ്സ്. കാരണം ആ ഒരു നമ്മൾ എത്രയോ കുടുംബ പരമ്പര നിലനിൽക്കുന്നത് അവരുടെയൊക്കെ സൽഗുണങ്ങളുടെയും പ്രവൃത്തിയുടെയും അതിൽ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും. ഡോക്ടർ ഈ ഫാമിലിയിലേക്ക് കടന്നു വന്നു. വളരെ കോട്ടയത്തായിരുന്നു ചെറുപ്പനാള് ഒക്കെ. ഇത്രയും നമ്മൾ ഒരു ഇവിടേക്ക് വന്നു, ഇവിടുത്തെ ഒരു കൾച്ചർ ഇതൊക്കെ എത്രയും ഫാസ്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു? കൾച്ചർ നമ്മുടെ കേരളത്തിൻ്റെ അതേ ഇതാണ്. അമ്മ ഇപ്പോഴും ആ കൾച്ചർ കീപ്പ് ചെയ്യുന്ന ആളാണ്. ഓണത്തിന് 10 ദിവസവും അത്തപ്പൂടുക, അതെല്ലാം വളരെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരിക്കും ഇവിടെ. എല്ലാവരും കൂടെ കുട്ടികളും ഒക്കെ ഉള്ള വലിയ ഒരു നല്ല സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും അത്. ഒരു അമ്മയുടെ ഒരു ഇതാണ് നമ്മളെ കുടുംബത്തിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാന്നുള്ള ആ കഴിവ്. അതിൽ നിന്നാണ് നമ്മളെല്ലാം അത് പഠിച്ചത്. അപ്പോൾ മാഡം തമിഴ് സംസാരിക്കാൻ അറിയാൻ കഴിയും? പഠിക്കാൻ നമുക്ക് ഇവിടെ പേഷ്യൻസ്, ബാക്കിയുള്ള ഇന്ററാക്ഷൻസ് എന്നെക്കാളും നല്ലോണം വായിക്കും, നന്നായിട്ട് വായിക്കും. തമിഴ് വായിക്കാനും അറിയാം മാഡം? വായിക്കാനും എഴുതാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ പഠിക്കും. നമ്മളൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിന് ട്രൈ ചെയ്യണമെന്ന് മനസ്സ് വെച്ചാൽ എന്ത് നടക്കുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതെ, ഇവിടെ ഒരു നമ്മൾ തമിഴ്നാട്ടിൽ ജീവിക്കുമ്പോൾ അവരുടെ ഇതുമായിട്ട് നമ്മൾ ഒത്തുവരാതെ പറ്റില്ല. അതാണ് വായിക്കാനും എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് സാറിനേക്കാളും നന്നായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടി പഠിച്ചു. അതാണ് പേഷ്യൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തമിഴ് സംസാരിക്കുമ്പോൾ എത്ര മലയാള ചോയ് അതിൽ വന്നാലും ദേ ആർ ഹാപ്പി. ഒരു കൈപുണ്യം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഇന്ന ഡോക്ടർമാർ ഒരു ടാബ്ലറ്റ് എഴുതിയാൽ
അത് പെട്ടെന്ന് രോഗം ഭേദമാകും. ആ കൈപുണ്യം ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്കതിൽ അഹങ്കരിക്കാനോ അതിൽ ഇത് ചെയ്യാനോ ഒന്നുമില്ല. ഡോക്ടർ, പണ്ട് നമ്മൾ ഈ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് എന്ന് പറയും. കാരണം ഒരു കുടുംബ ഡോക്ടർ, ആ ഒരു കുടുംബ ഡോക്ടറാണ് നമ്മൾ എന്ത് ഡിസീസ് ആയിരുന്നാലും അവരത് തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ചെയ്യും ഏത് കൺസൾട്ടന്റിനെ കാണണം, ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് അന്യം നിന്ന് പോയി. ഇപ്പൊ ഇല്ല ആ ഫാമിലി. ഇല്ല പറയുമ്പോൾ അല്ലല്ല, ഇപ്പോൾ അതുണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേഷ്യൻസ് അവർ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയവരുണ്ട്. ഇപ്പോൾ അച്ഛൻ അവരുടെ മക്കൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരുണ്ട്. ഇന്നും നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ കൂടുതലല്ല എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ മദറിൻ്റെ പേഷ്യൻസ് അവർ ഡെലിവറി ചെയ്ത പിള്ളേർ ഇപ്പോൾ വളർന്ന് അവർ ഡെലിവറിക്ക് തിരിച്ച് മിനിയിട്ട് തന്നെ വരുന്നുണ്ട്, വേറെ എവിടെയും പോകില്ല. നിലനിൽക്കുന്നു. അത് നമ്മളെ ആ ഒരു ബിഹേവ് ആണ് അല്ലേ, നമ്മളൊരു കൊടുക്കുന്ന ആ ട്രീറ്റ്, അല്ലെങ്കിൽ അവർ നമ്മളെ അല്ല. ഐ തിങ്ക് നമ്മൾ പേഷ്യൻസിനോട് കാണിക്കുന്ന സിൻസിയറിറ്റി അതിൻ്റെ മെയിൻ തിങ്. നമ്മൾ എത്രത്തോളം നമുക്ക് അവർ വേണ്ടി ബുദ്ധിമുട്ടുന്നോ അവർ അത്രയും ആ ഒരു പേഷ്യൻസ് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ഒരു ബിസിനസ് മൈൻഡഡ് എന്നും പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ അർത്ഥമില്ലാതെ പോകുന്നതാണ്. ഇന്ന് നമുക്ക് ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇന്ന് മൊത്തം നമ്മളൊരു ഡോക്ടർ പറഞ്ഞാൽ ബിസിനസ് മൈൻഡഡ് ആയിരിക്കുകയാണെന്ന് കുറച്ച് എല്ലാമെന്ന് നമ്മൾ പറയുന്നില്ല. നമുക്ക് അങ്ങനെ പറയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം നിങ്ങളെല്ലാം ഇത്രയും വളരെ സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് ഇന്ന് ഇതിനെ ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ട് കാണുന്ന ഒരു സമൂഹം ഇന്ന് നമുക്കുണ്ട്. എങ്ങനെയാണ് അതിനൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അത് മാറ്റം വരും, ഇല്ല എന്നല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മാറ്റം വരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം അത്. തീർച്ചയായും. കാരണം എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവരുടെയും പൈസ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. പക്ഷേ ഈ പൈസ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ചിന്ത വരുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അതിനെ സമ്പാദിക്കണം എന്നുള്ള ഇതല്ല. അതിനൊരു എന്താ പറയുക, അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷനും അല്ല അത്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ജോലിയിൽ സിൻസിയർ ആയിരുന്ന ബാക്കിയുള്ളതൊക്കെ തന്നെ വന്നോളൂ. ഡോക്ടർ, IVF എന്ന് പറഞ്ഞൊരു കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആണല്ലോ അത്. ടോട്ടൽ കാരണം അതിന് വരുന്ന ഒരു കോസ്റ്റിൽ അങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് അത് അവർക്ക് അഫോർഡബിൾ ആവുമോ? പണ്ട് ഇത് തുടങ്ങിയ കാലത്ത് നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പം 80,000 രൂപയാവും, 75-80 അങ്ങനെ പറയുമ്പം അതൊരു വലിയ തുകയായിരുന്നു. ഇപ്പോൾ അവർ അത് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്കും അതൊരു വലിയ ഒരു എമൗണ്ടായിട്ട് തോന്നുന്ന ഇതല്ല.